നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരു വാട്സപ്പിൽ തന്നെ വാട്സപ്പിൽ ബേസിക്കലി 3 കാര്യം ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വാട്സപ്പ് പേഴ്സൺ ടു പേഴ്സൺ, പിന്നെ വാട്സപ്പ് ബിസിനസ്, പിന്നെയാണ് വാട്ടി എന്ന് പറയും. വാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് വാട്ടി. ഓക്കെ, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ വാട്ടി? വാട്ടി സ്റ്റാൻഡ്സ് ഫോർ വാട്സാപ്പ് ടീം ഇൻബോക്സ് എന്നാണ് വാട്ടി. എല്ലാവരും അങ്ങനെ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. വാട്ടി stands for okay. It was founded by Ken Yong Jane Chian, parent company Claire.ai based Hong Kong based ആണ്. Wati is a powerful customer engagement platform built on the WhatsApp business API. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടോ? Destined for sales, support and automation. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഇത്. ഇതാണ് നമ്മളിന്ന് നിങ്ങളെല്ലാവരും ചെയ്യിപ്പിക്കുകയും ചെയ്യും. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കൊരു ഹൈ ലെവലിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ അറിഞ്ഞിരിക്കണം. വാട്ടി വേഴ്സസ് ട്രഡീഷണൽ വാട്സപ്പ് ബിസിനസ്. ഇപ്പൊ മൾട്ടി ഏജന്റ് ആക്സസ്, നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. അല്ല, നിങ്ങളുടെ ഒരു ഫോൺ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വന്നാൽ നിങ്ങൾക്ക് അതിന് റിപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ വാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിലേക്ക് അയച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള യൂസർ ആഡ് ചെയ്യാം, ആരെങ്കിലൊക്കെ അതിന് റിപ്ലൈ ചെയ്യാം. വലിയ വലിയ ബാങ്കുകൾ, വലിയ എന്റർപ്രൈസസ് ഇവരൊക്കെ ചെയ്യുന്നത് വാട്ടി വെച്ചിട്ടാണ്. വാട്ടിയോ ഒരു വാട്സപ്പിന്റെ API വെച്ചിട്ട്. വാട്സപ്പ് തന്നെ വാട്ടി എന്ന് പറയുന്നത് API, അങ്ങനത്തെ പല APIകളുണ്ട്. ഓട്ടോമേഷൻ ആൻഡ് ബോട്ട്സ്, അതൊന്നും വാട്സപ്പ് ബിസിനസ്സിൽ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വന്നു, അതിന്റെ മെസ്സേജിന്റെ നേച്ചർ അനുസരിച്ചിട്ടുള്ള റിപ്ലൈ കൊടുക്കാം. അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. വെരി പവർഫുൾ ടൂളാണ് വാട്ടി. CRM ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. അനലിറ്റിക്സ് നമുക്ക് വരാം. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളിപ്പോൾ ഒരു 100 പേർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, 100 പേർക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ 100 പേർക്ക് ഇൻഡിവിജ്വൽ അയച്ചു. നിങ്ങൾക്ക് അറിയില്ല ആരൊക്കെ കണ്ടു കണ്ടില്ല, സെൻഡ് ആയെന്ന് നിങ്ങൾക്ക് അതേ കൂടെ കൃത്യമായിട്ട് അറിയാം, അനലിറ്റിക്സ്. പിന്നെ ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 256 to 56 യൂസർക്കേ പറ്റൂ. പക്ഷെ ഇത് എത്ര പേർക്ക്, പക്ഷെ ഇത് ഒരു എക്സ്പെൻസീവ് ആണ്, കാരണം ഓരോ മെസ്സേജിനും ചാർജബിൾ ആണ്. ഓക്കെ, ഇതൊരു വലിയ ഓർഗനൈസേഷനിൽ ഒരുപാട് കസ്റ്റമറുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണിത്. ക്ലിയർ? വലിയ ഒരുപാട് എൻക്വയറി ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്കത് ഈസിയായിട്ട് നിങ്ങൾക്ക് വലിയ ബിസിനസ് ആണ്. ഫ്രീ ആണോ അതോ പേയ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? പെയ്ഡ് ആണ്, പെയ്ഡ് ആണ്. ചെയ്യണുണ്ടോ? ഞാൻ കുറച്ച് ചെയ്യുന്നുണ്ട്, കുറച്ച്. എനിക്ക് അതിന് മാത്രം ഒരു സാധനം വന്നിട്ടില്ല, കാരണം മാനേജബിൾ ആയിട്ടുള്ള ഡേറ്റയാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. കുറച്ച് ചെയ്യുന്നുണ്ട്. ഒരു ക്ലയന്റിന് വേണ്ടി ഞാൻ കുറച്ച് സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വാട്ടി. വലിയ എന്റർപ്രൈസ് നിങ്ങൾ വിചാരിക്കണം, നമ്മുടെ ഒരു 99% കമ്പനികൾക്കും ഈ വാട്ടിയുടെ ആവശ്യമില്ല ബേസിക്കലി. കാരണം ഇതൊരു കാരണം ഇതൊരു എക്സ്പെൻസീവ് ആണ്, വെരി എക്സ്പെൻസീവ് ആണ്. ഓരോ മെസ്സേജിനുമാണ് ചാർജ്. ഇപ്പൊ നിങ്ങളുടെ കൊമേഴ്സ് ബിസിനസ് ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ്, ഞാനിപ്പോൾ അതിനെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരു ഡെമോ ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊക്കെ ചെയ്യാതില്ല. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ അടുത്ത് ഒരു ചെറിയൊരു പെയ്ഡ് വെർഷൻ ഉണ്ട്, അപ്പൊ ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം കേട്ടോ. ഇത് വെരി അഡ്വാൻസ്ഡ് ആണ്. ഇതിൽ ഓട്ടോമേഷൻ ഉണ്ട്. നമുക്കിപ്പോൾ ഒരാൾ മെസ്സേജ് അയച്ചു, ആ മെസ്സേജിൽ ഏതെങ്കിലും ഒരു കീവേഡ് ഉണ്ടെങ്കിൽ ആ കീവേഡ് അനുസരിച്ച് നമുക്ക് റിപ്ലൈ ഒക്കെ സെറ്റ് ചെയ്യാം. അത്രയ്ക്ക് ഒരു ചാറ്റ് ബോട്ട് സിസ്റ്റമാണ് അതൊക്കെ ചെയ്യുന്നതിലാണ്. ചാറ്റ് ബോട്ട് സിസ്റ്റം, അതായത് AI വെച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള പല മെസ്സേജിലേക്ക് ഓട്ടോമാറ്റിക്കൽ മെസ്സേജിലൊക്കെ പോകും. അത്ര അഡ്വാൻസ്ഡ് ആണ് വാട്ടി എന്ന് പറയുന്ന വാട്സപ്പിന്റെ API. നിങ്ങളിപ്പോൾ കുറേ കാര്യങ്ങളും മനസ്സിലാക്കാം. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്, നിങ്ങളത് മനസ്സിലാക്കി അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക. അതുകൊണ്ട് അതൊക്കെയാണ് നമ്മുടെ പർപ്പസ്. വേറെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. കണ്ട സ്പീഡ് അപ്പ് റെസ്പോൺസ് ടൈം, ഹാൻഡിൽസ് 100 ഓഫ് ചാറ്റ് സൈമിൾട്ടേനിയസ്ലി, അതൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്. ഹ്യൂമൻ പ്ലസ് ബോട്ട് കൊളാബറേഷൻ, ബിൽഡ് ട്രസ്റ്റഡ് വിത്ത് വെരിഫൈഡ് വാട്സ്ആപ്പ് പ്രൊഫൈൽ, മൾട്ടിലിംഗൽ, ബൂട്ട്സ് കൺവേർഷൻ, റിയൽ ടൈം എൻഗേജ്മെന്റ്. കുറച്ച് അഡ്വാൻറ്റേജസ് ആണ്. ഇതിലുള്ള പ്രധാനമായിട്ട് 4 ഭാഗമാണുള്ളത്. അതിലൊരു ഭാഗമാണ് ഷെയർഡ് ടീം ഇൻബോക്സ് എന്ന് പറയും. ഷെയർഡ് ടീം ഇൻബോക്സ്
നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. ഷെയർഡ് അവിടെയാണ്, അതാണ് ഒരു സെൻട്രലൈസ്ഡ് ഡാഷ്ബോർഡ് ആണ്. അവിടെയാണ് ടീം മെമ്പേഴ്സ് ക്യാൻ മാനേജ് കസ്റ്റമർ കോൺവെർസേഷൻസ്. നമുക്കൊരു ചാറ്റിലൊക്കെ ഒരു ഏജന്റിനെയാണ് ചാറ്റ് ചെയ്യാം. കണ്ടോ, ഒരു ഇ കൊമേഴ്സ് കമ്പനി യൂസസ് വാട്ട് ഈസ് ഷെയർഡ് ഇൻബോക്സ് ഫോർ കസ്റ്റമർ സപ്പോർട്ട്. When a customer inquires about a delayed order, a supporting member assigned handles the query directly while others monitor without confusion. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യാവുന്നതാണ്. അതാണ് ഷെയർഡ് ഇൻബോക്സ്. ഞാൻ നിങ്ങളിപ്പോൾ പ്രാക്ടിക്കലി കാണിപ്പിക്കും. നിങ്ങളെ കൊണ്ട് അത് എല്ലാവരെയും കൊണ്ടും ഇന്നലെ വാട്സപ്പിൽ ചെയ്തതുപോലെ നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. അപ്പം നിങ്ങൾക്ക് ഭയങ്കര ക്ലാരിറ്റി വരും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയണമെന്നുള്ളൂ. വാട്സപ്പ് ചാറ്റ് ബോട്ട് ഓട്ടോമേഷൻ, ഇവിടെയാണ് ചാറ്റ് ബോട്ട് ഓട്ടോമേഷൻ ഒക്കെ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരും. ഇവിടെയാണ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജിങ്. ഇന്നലെ ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞായിരുന്നു, ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ മറ്റേ വാട്സപ്പ് ബിസിനസ്സിൽ ചെയ്യുമ്പോൾ നമ്മുടെ നമ്പർ സേവ് ചെയ്യുക, നമ്മൾ റിപ്ലൈ ചെയ്യുക ചെയ്താലാണ് അവർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമ്മളിപ്പോൾ ഒരു 1000 പേർക്ക് അയച്ചാൽ 1000 പേർക്കും കിട്ടും. അവരത് ഓപ്പൺ ചെയ്തോ ചെക്ക് ചെയ്തോ പിടിച്ചോ ഇല്ലെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതാണ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത, നമ്മൾ അയക്കുന്ന മെസ്സേജിന്റെ അപ്രൂവൽ കിട്ടണം. എന്നാൽ മാത്രമേ നമുക്കത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റൂ. അതപ്പം തന്നെ അവർ അപ്രൂവ് ചെയ്യും. മോസ്റ്റ് ഓഫ് ദ ടൈം വിത്തിൻ 2-3-5 മിനിറ്റ്സുള്ള അവരപ്പം തന്നെ നമ്മുടെ മെസ്സേജിൻ്റെ അത് അവർ അപ്രൂവ് ചെയ്യും. അപ്രൂവ് ചെയ്ത മെസ്സേജ് മാത്രമാണ് നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പേടിക്കേണ്ട, ഇതും പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഇതിന്ന് അയക്കുമ്പോ അത് അവര് നേരെ വാട്സപ്പിക്കാണോ പോവുണ്ടാവുക? ആ, വാട്സപ്പിലേക്ക് അയക്കണേ. പിന്നെ വാട്സപ്പിലേക്കാണ് ഇടയ്ക്ക് പോണേ. എത്ര പേർക്ക് വേണമെങ്കിലും അയക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 1000 ഡേറ്റ കിട്ടി കസ്റ്റമറിന്റെ, 1000 പേർക്ക് വേണമെങ്കിൽ അയക്കാം. മറ്റേത് ബ്രോഡ്കാസ്റ്റ് ഒക്കെ വളരെ ഇതല്ലേ, ഇത് നിങ്ങൾക്ക് ഇത് ഭയങ്കര അഡ്വാൻസ്ഡ് ഫീച്ചറുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമർ ഉണ്ടോ? ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് മിക്കവാറും നിങ്ങളെ ഡിജിറ്റൽ മാർക്കറ്റിന്റെ ജോലി പോയോ? അത് നിങ്ങൾ തന്നെയാണ് ചെയ്യണേ? പോയിട്ടൊന്നുമില്ല. പോയിട്ടൊന്നുമില്ല എന്ന് പറയുന്ന അർത്ഥം പോകാൻ ചാൻസ് ഉണ്ടെന്നാണല്ലോ. ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. ചെയ്ത് മറ്റേ ഫേസ്ബുക്കിനൊക്കെ എൻക്വയറി വന്നു തുടങ്ങിയോ? ഇപ്പൊ ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നത് ആഡുമ്മ ഇത് നല്ലോണം പഠിച്ചോണ്ടിരിക്കുകയാണ്. ഏത് ഗൂഗിൾ ആഡ്. ഗൂഗിൾ? അടിപൊളി. ഗൂഗിൾ ആഡ് ലൈവ് ആക്കിയാ? ലൈവ് ആക്കിയിട്ടില്ല. ഓരോന്ന് ഇങ്ങനെ വൃത്തിക്ക് ഇങ്ങനെ ഓരോന്ന് പഠിച്ച് മനസ്സിലാക്കി ഇങ്ങനെ വന്ന് ചെയ്തു തുടങ്ങി നിൽക്കുകയാണ്. അടിപൊളി. അപ്പൊ മിക്കവാറും പുള്ളിയുടെ ജോലി പോകും. ഫേസ്ബുക്ക് കഴിഞ്ഞ അടുത്തേക്ക് പിടിച്ചേക്കാണ്. വെരി ഗുഡ്. ഇതൊക്കെ ചെയ്യാം കേട്ടോ. ഇതൊക്കെ സൂപ്പറാണ്. ഓക്കെ. CRM, കോണ്ടാക്ട് മാനേജ്മെന്റ്, നമുക്ക് കോണ്ടാക്റ്റുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാം. ടാഗ് ചെയ്തൊക്കെ ഇടാം. അതിനത് കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. അതുപോലെ നമ്മൾ നാളെ എടുക്കാം, ഇന്നത്തോട് തീർന്നു. നാളെ എടുക്കാൻ പോണ ഒരു അടിപൊളി ടോപ്പിക്കാണ് CRM. വണ്ടർഫുൾ ടോപ്പിക് ആയിരിക്കും. ഓക്കെ. ഞാൻ പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ടോ? ഇല്ല സർ, ഇല്ല. ഓക്കെ. അതിന്റെ നമ്മൾ എടുക്കും പേഴ്സണൽ ബ്രാൻഡിങ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. സർ നമുക്ക് ഗൂഗിൾ അനാലിറ്റിക്സിന്റെ ടോപ്പിക്കും വരുന്നില്ലേ? പിന്നെ ഡെഫിനറ്റ്ലി ഗൂഗിൾ അനലിറ്റിക്സ് എടുക്കും. ഡെഫിനറ്റ്ലി പേഴ്സണൽ ബ്രാൻഡിങ് കൂടി നിങ്ങൾ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ ലെവലാണ്. ഓക്കെ. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ഞാൻ പറഞ്ഞ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലൈവ് സാധനം ചെയ്തു തരാം. എല്ലാവരും വാട്ടി എന്ന് പറഞ്ഞ സാധനം എടുക്കണ്ട, കുറച്ച് കഴിഞ്ഞാലും മതി. ഇത് കണ്ടോ, ഇത് ഞാൻ ഓൾറെഡി ഒരു വാട്ടി ഉപയോഗിക്കുന്നതാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇവിടെ മുകളിൽ 4 കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് ടീം ഇൻബോക്സ്. കാരണം ടീം ഇൻബോക്സ് എന്ന് പറയുന്നത് മനസ്സിലായോ? ഇവിടേക്കാണ് ഒരു ഹായ് വിട്ടാൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ ഒരു ഹായ് വിട്ടാൽ ഇവിടേക്ക് വരും. ഞാൻ അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കാം. കോണ്ടാക്ട്, നമ്മുടെ എല്ലാ കോണ്ടാക്റ്റുകളും സേവ് ചെയ്ത് വെക്കാം. ഓട്ടോമേഷൻസ്, ഇവിടെയാണ് നമ്മൾ ഓട്ടോമേഷൻ ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അനലിറ്റിക്സ് നമുക്ക് കാണാം. ഓക്കെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ നമ്പറിലേക്ക് ഇവിടെ നമ്പർ കണ്ടോ, കണക്റ്റഡ് എന്ന് കാണിക്കും. ഏത് നമ്പറിലാണ് വാട്സപ്പ് നിന്ന് നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടേക്ക് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുമ്പോൾ ആ നമ്പറിലേക്കാണ് നമ്മൾ അതിൻ്റെ API ഈ
വാട്ട് ഈസ് സെറ്റ് ചെയ്യണേ. അപ്പൊ ഈ നമ്പറിലേക്ക് നമ്മൾ കണക്ട് ചെയ്താൽ നമ്മുടെ ഈ നമ്പർ ഇവിടെ കാണാം. ഏത് നമ്പറാണ് കണക്റ്റഡ് എന്ന് കാണാം. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ടോപ്പ് റൈറ്റിൽ കാണാം. ആ നമ്പറിലേക്ക് നിങ്ങളൊരു ഹായ് വിടാമോ? എല്ലാവരും ഒരു ഹായ് വിടാം. എനിക്കല്ലേ ഹായ് വിടണ്ടേ? ആ നമ്പറിലേക്ക് എനിക്കല്ലേ ഹായ് വിടണ്ടേ? ആ നമ്പറിലേക്ക്. എങ്ങനെ അതില് വാട്സപ്പിലാണോ ചെയ്യേണ്ടത്? ആ ആ ഉണ്ടാ സുഹൈറ മെസ്സേജ് വിട്ടു, ഇവിടെ വന്നു. കണ്ടാ, ഇൻബോക്സിൽ വന്നു. ഹൃദിക് ബിജു വിട്ടു. ആര് മെസ്സേജ് വിട്ടാലും ഇവിടെ കാണാം. കണ്ടാ എങ്ങനെയുണ്ട്? ഇത് കണ്ട, ഇതെടുത്താൽ ഇത് ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് ഇത് ഞാൻ ഇപ്പൊ പെയ്ഡ് എടുത്തേക്കണേ. ക്വിക്ക് റിപ്ലൈ, ടെംപ്ലേറ്റ് മെസ്സേജ്, അറ്റാച്ച്മെന്റ്, വോയിസ് മെസ്സേജ്, ഇമോജി, സ്റ്റിക്കർ ഒക്കെ നമുക്ക് ഇതിലൂടെ ഇവിടുന്ന് അയക്കാം. മനസ്സിലായോ? എല്ലാവരുടെയും അനുണ്ട്. ശ്രുതി, ഇതിപ്പോ ഇതിനായിട്ടുള്ള നമ്പർ ആണോ? അതിനായിട്ടുള്ള നമ്പർ. ഇത് വാട്സപ്പ് ബിസിനസ് ആയിരിക്കണം. എന്ന് വെച്ചാ വാട്സപ്പ് ബിസിനസ് വേണം, ഇതും വേണമെന്നോ? അല്ല, നമ്പർ സോറി, വാട്സപ്പിൽ ഇത് ഇങ്ങ് ഉപയോഗിക്കാത്ത നമ്പർ ആയിരിക്കണം. ഇത് നിങ്ങൾ ചെയ്യാം, നല്ലതാണ് ഫാത്തിമ കേട്ടോ. അപ്പൊ വാട്സപ്പ് ബിസിനസ് ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റൂല എന്നാണോ ഉദ്ദേശിക്കുന്നത്? വാട്സപ്പ് ബിസിനസ്സിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വേറെ നമ്പർ ചെയ്യണം. ഓക്കെ സർ. ഇതിനു വേണ്ടി വേറെ നമ്പർ. കാരണം ഞാൻ എൻ്റെ വാട്സപ്പ് ബിസിനസ്സിൽ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റില്ല. അവർ പറഞ്ഞു വേറെ നമ്പറാണ്. അപ്പോൾ എനിക്ക് മെസ്സേജസുകളെല്ലാം ഇവിടെ നമുക്ക് കാണും. ഇവിടെ നമുക്ക് പല രീതിയിൽ ഇതിനൊക്കെ ഫിൽട്ടർ ചെയ്തെടുക്കാം. നെയിം, ഫോൺ, മെസ്സേജസ്, ആക്റ്റീവ് ചാറ്റ്, ബ്രോഡ്കാസ്റ്റ്, അസൈൻഡ്, എല്ലാം നമുക്ക് അസൈൻ ടു മീ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് കിട്ടും. ഇവിടെ ആരാൾക്ക് അയക്കണമെങ്കിൽ അയക്കാം. ഇനിയും ഇതിനും രസകരമായിട്ടുള്ള സംഭവമാണ് കോണ്ടാക്ട്. ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് പേയ്മെന്റ് കൊടുക്കണോ? അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് പേയ്മെന്റ് കൊടുക്കണം. ഞാനിത് കാണിച്ചു തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വാട്ടിയിൽ തന്നെ ഒരു ഡെമോ സാധനമുണ്ട്. ഡെമോ അക്കൗണ്ട് ഉപയോഗിക്കാം. അത് നിങ്ങളിപ്പോൾ എല്ലാവർക്കും ഉപയോഗിച്ച് ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ആ ഡെമോ ഒരു ഓട്ടോമേഷൻ മാത്രമില്ല, പക്ഷെ ഓട്ടോമേഷൻ നിങ്ങളെ കാണിച്ചു തരാം. കാരണം എൻ്റെ ഇതൊരു പെയ്ഡ് അക്കൗണ്ടാണ്. അപ്പൊ എന്താണ് ഓട്ടോമേഷൻ വർക്കൗട്ട് ആണെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ബാക്കിയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാനുണ്ട്. ക്ലിയർ? ഞാൻ പറയുന്നത് ഇതൊക്കെ നിങ്ങളൊരു ഡെമോ എടുത്ത് ഉപയോഗിക്കുക, മനസ്സിലാക്കുക. നിങ്ങൾ ഇതിന്റെ ആവശ്യകത മനസ്സിലാക്കുക. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ജോലി സ്ഥലത്തൊക്കെ ഇതിനെക്കുറിച്ച് കുറച്ച് അപ്ലൈ ചെയ്യുക. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വിജയിച്ചതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തും കാര്യം എക്സ്പീരിമെന്റ് ചെയ്യും. ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് വേണം. നിങ്ങളിത് പഠിച്ചതാണോ ഇതും പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരിക്കരുത്. ഇതെല്ലാം കുറെ നിങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ച് തീരാമല്ലോ. എല്ലാം നിങ്ങൾ എക്സ്പീരിമെന്റ് ചെയ്യുക. അല്ലാണ്ട് നിങ്ങളൊരു കംഫർട്ട് ജോബാണ്, എനിക്ക് ഇതൊന്നും പറ്റില്ല എന്നുള്ള അങ്ങനെയുള്ളവർക്ക് പറ്റിയ പ്രൊഫൈലല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള സ്കില്ല് വേണം, താല്പര്യം വേണം, ഇൻട്രസ്റ്റ് വേണം. അങ്ങനെയുള്ളവർക്ക് കാരണം എന്നും മാറ്റങ്ങൾ, പുതിയ പുതിയ ടെക്നോളജി വരുന്നതാണ്. അപ്പൊ ടെക്നോളജിനെ ഇഷ്ടപ്പെടണം, നോളജ് ഇഷ്ടപ്പെടണം, അപ്ഡേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇപ്പൊ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ 6 മാസം കഴിഞ്ഞിട്ട് ചെയ്യാൻ നോക്കിയാൽ എവറിത്തിങ് ഈസ് ചേഞ്ച്ഡ്. ഫേസ്ബുക്കിൽ ഞാനിപ്പോ നമ്മളൊരു സ്റ്റുഡന്റിന് ഞാനൊരു ഓഫ്ലൈൻ ഒരു സ്റ്റുഡന്റ് ഒരു കാര്യം ഞാനിത് പഠിപ്പിക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ വേറൊരു പുതിയ ഫീച്ചറുകൾ നോക്കണോ, ഞാൻ ഞെട്ടിപ്പോയി. വേറെ പുതിയ ഫീച്ചർ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. വാട്സപ്പിന്റെ വേറെ പുതിയ ഫീച്ചർ ഒന്നാ കാണാം. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. എനിക്കിത് അറിയാം, ഞാൻ അപ്ഡേറ്റഡ് ആണ് എപ്പോഴും. ക്ലാസ് എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ അപ്ഡേറ്റ് ആവാൻ പറ്റുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ആ സ്കില്ല് ഉണ്ടാവണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇവിടെ ഒരു കോണ്ടാക്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇപ്പൊ നിങ്ങൾ മെസ്സേജ് വന്നിരിക്കുന്നതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, ഏതൊക്കെയാണ് നമ്പറിൽ നിന്ന് വന്നിരിക്കുന്നത് എന്നുള്ള കംപ്ലീറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ക്ലിയർ? നമുക്ക് ഇത് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ
എന്ത് ചെയ്യുക, ഇവിടെ ആഡ് കോണ്ടാക്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നെയിം, ഫോൺ നമ്പർ ഇതൊക്കെ നമുക്ക് ഇവിടെ വേറെ കസ്റ്റമറിന് ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. നമ്മുടെ കോണ്ടാക്റ്റിലേക്ക് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ. അതുപോലെ തന്നെ നമുക്കൊരു ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലേ, ഞാനിവിടെ നമുക്ക് സെറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. ഓക്കെ. ഫോൺ നമ്പർ ഉണ്ട്, സോഴ്സ് ഉണ്ട്, ആഡ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാല്യൂ കൊടുക്കുന്നതാണ് ഡെഫിനിഷൻ കേട്ടോ. ഇപ്പം നമ്മുടെ സ്റ്റുഡന്റ് എന്ന് പറയാതിരിക്കുക. ഇവിടെ ഞാൻ ഒരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് ആഡ് ചെയ്തു. അടുത്തത് നമുക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റി കാണിച്ചു തരാം. അതിൻ്റെ ഇത് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. ഇഷ്ടമുള്ള പേരിൽ ഇപ്പൊ ജിൻഷ എന്ന് സെർച്ച് ചെയ്യാം. ജിൻഷ കണ്ട, ആ മെസ്സേജ് കിട്ടി. ആൾക്ക് വേണമെങ്കിൽ മാത്രം അയക്കാം. നിങ്ങൾ പർട്ടിക്കുലർ അതൊക്കെ എല്ലാ ഓപ്ഷൻസിലുള്ള ആൾക്ക് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. ഞാൻ മെസ്സേജിലേക്കൊക്കെ വരാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇപ്പോൾ ഒരു ആ, പുതിയ കുറച്ച് എൻക്വയറി വന്നു, നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാം. മറ്റേ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് ഒരു 100 ഡേറ്റ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കൊരു 500 ഡേറ്റേനെ വാട്സപ്പിൽ ബിസിനസ്സിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ പേഴ്സണലി ഇൻഡിവിജ്വലി ആഡ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ഒരു 1000 ഡേറ്റ വന്നു, 1000 പേരെ വേണമെങ്കിൽ ഒരുമിച്ച് ആഡ് ചെയ്യാം. അതാണ് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഉണ്ടോ, അപ്ലോഡ് ഫയൽ മാപ്പ് കോളുണ്ട്. ഞാൻ വേണമെങ്കിൽ കുറച്ച് ഇമ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാം. റിയൽ ഡേറ്റേനെ കുറച്ച് ഇമ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ലാസ്റ്റ് 30 ഡേയ്സ് എടുക്കാം. ലാസ്റ്റ് 30 ഡേയ്സ് എടുത്ത ഡേറ്റ അനലിറ്റിക്സ് വർക്ക്ഷോപ്പ് കേരള. ഓക്കെ, ഞാൻ ഈ ഡേറ്റനെ ഡൗൺലോഡ് ചെയ്യണം. ഡേറ്റനെ ഡൗൺലോഡ് ചെയ്തു. എനിക്ക് എക്സലിൽ നിന്ന് വന്നൊരു ഡേറ്റയാണ്. എനിക്ക് ആവശ്യമില്ലാത്ത സെർച്ച് സാധനമൊക്കെ എടുത്ത് കളയാം, ഡിലീറ്റ് അടിക്കാം. നെയ്യും ഇമെയിൽ വേണമെന്നില്ല, കിടന്നോട്ടെ. എന്നാലും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് സേവ് ചെയ്ത് മാറ്റാം. ഓക്കെ, സേവ് ആസ് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ സി വാട്ടി ഞാൻ നിങ്ങൾക്ക് ഈ ഡേറ്റ തരാം കേട്ടോ. സേവ് ആയില്ലേ? ആ, എന്താണ് ഡേറ്റ ലിസ്റ്റ് സേവ് ചെയ്ത്. ഓക്കെ, ഇനി ഈ ഡേറ്റനെ എനിക്ക് വേണമെങ്കിൽ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ട് ഫ്രം ഫയൽ, ബ്രൗസ് ഫയൽ, അവിടെ വാറ്റി എന്ന് പറഞ്ഞത് എടുക്കാം. അയ്യോ, ഇത് ഏത് ഫയലാണോ? ഇതായിരിക്കും. സോറി 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 സോറി.
file save as CSV save here. Okay, data analyst. എവിടെ പോയി? ഓക്കെ, ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ബ്രൗസ് ഫയൽ ഡാറ്റ അനലിസ്റ്റ് ഓപ്പൺ ചെയ്യാം. നെയിം, കൺട്രി കോഡ്, ഫോൺ നമ്പർ, ആട്രിബ്യൂട്ട്സ് ആർ അപ്ലോഡ് ചെയ്യുന്ന സംതിങ് റോങ് വിത്ത് അപ്ലോഡ് ഫോർ ഓൾ റിക്വയർഡ് ഫീൽഡ്സ് ആർ പ്രസന്റ്. എന്താണ്? യു ക്യാൻ യൂസ് ഗൂഗിൾ ഷീറ്റ് ജനറേറ്റ് ഫീൽഡ്സ്. യു ഫയൽ മസ്റ്റ് ഹാവ് ഫോൺ നമ്പർ വിത്ത് കൺട്രി കോഡ്, name. It can also be custom code that can imported what as attributes. Download sample files. Okay. അവർ പറഞ്ഞിരിക്കുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യണം. കണ്ടോ? ഇതായിരിക്കണം ഫോർമാറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടി ആ ഡേറ്റ എടുക്കാം. ഇതാണ് ഞാൻ നേരത്തെ ഡേറ്റ അനലിസ്റ്റിന്റെ ഡേറ്റ. അപ്പൊ ഇതാണ് നെയിം, വാട്ട് ഈ ടെസ്റ്റ് എന്ന് കൊടുക്കാം. കൺട്രി കോഡ്, ഫോൺ നമ്പർ, നെയിം നമ്മൾ പേര് കൊടുക്കുക അവരുടെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു കുറച്ച് പേരുടെ നമുക്ക് പേരെടുക്കാം. ഒരു 18 ഡേറ്റ എടുത്തു. 18 ഡേറ്റ എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പൊ നെയിമായി. ഓക്കെ, അടുത്തതാണ് ഫോൺ നമ്പർ +91 ആണ് കൺട്രി കോഡ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? +91. ഓക്കെ, എന്നിട്ട് അത് ഇവിടേക്ക് ആക്കിയിടാം. ക്ലിയർ? പിന്നെ ഫോൺ നമ്പറാണ്. ഫോൺ നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഫോൺ നമ്പർ കോപ്പി ചെയ്യുക, ഫോൺ നമ്പർ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഫോൺ നമ്പറിൽ ഇതൊക്കെ ഇത് നിങ്ങൾക്ക് എക്സൽ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും. Ctrl F അടിക്കുക, റീപ്ലേസ് ചെയ്യുക. എന്താണ് റീപ്ലേസ് ചെയ്യേണ്ടത്? P:+91 റീപ്ലേസ് ചെയ്യാം. റീപ്ലേസ് ഓൾ അടിക്കുക. അത് ഫോൺ നമ്പറൊക്കെ പോയി ഇതായി. അലോ ബ്രോഡ്കാസ്റ്റ് കൊടുക്കാം, അലോ ആട്രിബ്യൂട്ട് കൊടുക്കാം. ഇതൊക്കെ കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഈ നമ്പർ സേവ് ചെയ്യാം. സേവ് ആസ് അടിക്കുക. ഞാൻ ചെയ്യണത് മനസ്സിലാവുണ്ടാർക്കെങ്കിലും? മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഞാൻ നിങ്ങൾക്ക് ഈ ഡേറ്റ തരാം, നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം. കോണ്ടാക്ട് സാമ്പിൾ ഡയഗ്രം. ഇനി ഞാൻ ഒന്നുകൂടി ഇതിനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കൃത്യമാവും. ആ ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റിലൂടെ എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്താൽ മതി. ഇനി ഞാൻ ആ ഫയൽ ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടും. കോണ്ടാക്ട് അപ്ലോഡ് സാമ്പിൾ ഓപ്പൺ ചെയ്യാം. കണ്ടോ? കൃത്യമായി ഈ മാപ്പ് കോളം കൊടുക്കാം. നെയിം, വാട്ട് ഈ ടെസ്റ്റ്, ഫോൺ നെയിം, ഫോൺ നമ്പർ, ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂ ഇല്ല. ഓക്കെ, ഒന്നുമില്ല. അപ്പൊ നമുക്ക് കൺഫേം ഇമ്പോർട്ട് അടിക്കാം. എല്ലാവരുടെ പേര് കാര്യങ്ങളും വന്നു. പ്രൊസീഡ് ടു പോർട്ട്. എല്ലാ കോണ്ടാക്റ്റുകളും ന്യൂ കോണ്ടാക്ട് 17 ആഡായി. കണ്ടവിടെ എല്ലാവരുടെയും കോണ്ടാക്ട് ആഡായി. ക്ലിയർ ആയോ? 5 ഒരു പേജിൽ കാണിക്കണേ. നിങ്ങൾക്ക് ഒരു പേജിൽ 25 കാണിക്കും, 25 കാണിക്കാം. നേരത്തെ ഞാൻ തന്നിരിക്കുന്നത് വേറെ ആയിരുന്നു, പക്ഷെ ഇതിപ്പോ വേറെ കിട്ടി. ക്ലിയർ? ഇത്തരം പേര് നമ്പർ ഞാൻ ഇതിൽ കണ്ടു. ഇവിടെ സോഴ്സ് ഇട്ടിട്ടുണ്ട്, വാട്ടി എന്ന് പറഞ്ഞ സോഴ്സ് ഇട്ടിട്ടുണ്ട്. ക്ലിയർ? ഞാൻ ഡേറ്റ ആഡ് ചെയ്തു. നമുക്ക് എവിടെ നിന്നാണ് സോഴ്സ് എന്ന് വെച്ചാൽ അവിടെ ആഡ് ചെയ്യാം. ഇനി ഞാൻ എന്ത് ചെയ്യണു? ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പോണം അവർക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബ്രോഡ്കാസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഞാൻ റിയൽ ആയിട്ടാണ് ചെയ്യാൻ പോണേ കേട്ടോ. ബ്രോഡ്കാസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ബ്രോഡ്കാസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ബ്രോഡ്കാസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ന്യൂ ടെംപ്ലേറ്റ് മെസ്സേജ് സെറ്റ് ആക്കണം. ഇവിടെ നമ്മൾ ഒരു ബ്രോഡ്കാസ്റ്റ് ടെംപ്ലേറ്റിന് പേര് കൊടുക്കണം. അപ്പൊ ഞാൻ കൊടുക്കുന്നതാണ് ഡാറ്റ അനലിസ്റ്റ്.
ക്ലിയർ? നമ്മളിപ്പോൾ ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് 1. ഇതൊക്കെ പെയ്ഡ് ആണ് ഒന്നും കൂടി. നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റും ഇമേജും ഒക്കെ കൊടുക്കാം. വേണമെങ്കിൽ ഇമേജ് കൊടുക്കണമെങ്കിൽ ഇമേജ് കൊടുക്കാം. കണ്ട, ഇമേജ് കൊടുക്കണമെങ്കിൽ ഇമേജ് കൊടുക്കാം. ഓക്കെ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്ലോഡ് മീഡിയ ഉണ്ട്. അപ്ലോഡ് മീഡിയക്ക് ഞാൻ വേറൊരു ഇമേജ് ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ പോവാണ്. ആ ഇമേജാണ് ഞാൻ അയച്ചു കൊടുക്കാൻ പോണത്. അത് റിയൽ ഇമേജ് ആണ്. നമ്മുടെ കയ്യിലുള്ള ബാനേഴ്സും വീഡിയോസും നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം അല്ലേ? എക്സാക്ട്ലി. ഇപ്പൊ ഞാനൊരു റിയൽ സാധനമാണ് അയക്കാൻ പോണത്. Okay. അപ്പൊ ഞാൻ ഇമേജ് അപ്ലോഡ് ചെയ്തു. ഡൗൺലോഡ്സ്. ഈ സ്ക്രീനിൽ എന്തോ ഒന്ന് കിടക്കണുണ്ടോ? ഇല്ലോ എല്ലാവർക്കും ഉണ്ടോ? എനിക്ക് മാത്രമേ ഉള്ളൂ? ഉണ്ട്. കൊറേ നേരം ഒരു ബ്ലാക്ക് കളറിലൊരു ബ്ലാക്ക് കളറില് എന്റെ പൊന്നോ, എന്നിട്ട് കുറച്ചേരായി. അപ്പൊ ഞാൻ ഇന്റെ തീർത്തേന്ന് വിചാരിച്ചു. ഓക്കെ. ഞാനൊരു ഇമേജ്, ആ ഇമേജ് ഇവിടെ റൈറ്റ് സൈഡിൽ അതിന്റെ പ്രിവ്യൂ കാണാം. ഉണ്ടാ, റൈറ്റ് സൈഡിൽ പ്രിവ്യൂ കാണാം. വേണമെങ്കിൽ ടെക്സ്റ്റ് കൂടെ കൊടുക്കാൻ കൊണ്ട് ബോഡി ടെക്സ്റ്റ് കൊടുക്കാം. ടെക്സ്റ്റ് കൊടുത്തിട്ട് വേണമെങ്കിൽ എഴുതാം നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട്സ് സൂൺ, ബുക്ക് യുവർ സീറ്റ് നൗ. കണ്ട, ഇങ്ങനെയാണ് നിങ്ങൾ പല മെസ്സേജുകൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫുട്ടറിൽ കൊടുക്കാം. കണ്ടോ, ഫുട്ടറിൽ വിസിറ്റ് വെബ്സൈറ്റ് ഉണ്ട്. കണ്ടോ, ഇവിടെ ആഡ് ബട്ടൺ കൊടുക്കാം, വിസിറ്റ് വെബ്സൈറ്റ്. അപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് കൊടുക്കാം. നമ്മുടെ വെബ്സൈറ്റ് ഏതാണ്? ഇപ്പോൾ ഒരു സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണ്. നമ്മുടെ സൈറ്റ് കൊടുക്കാം, internetleadstraining.com. സൈറ്റ് കൊടുത്തു. കണ്ടോ, അതിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് സേവ് ആൻഡ് സബ്മിറ്റ് അടിക്കുക. എല്ലാവർക്കും മനസ്സിലാവുണ്ടോ? അതെ സർ. പ്ലീസ് ഇൻപുട്ട് മിസ്സിംഗ് ന്യൂ ടെംപ്ലേറ്റ്. എന്തൊരു വാല്യൂ മിസ്സിംഗ് ഉണ്ടല്ലോ. ഇവിടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുക്കുക. ഓക്കെ. സേവ് ആൻഡ് സബ്മിറ്റ് അടിക്കുക. അപ്പൊ അത് ഞാൻ അവർ അപ്രൂവ് ചെയ്യണം. ഡു യു വാണ്ട് ടു സബ്മിറ്റ് ദിസ് മെസ്സേജ് ഫോർ വാലിഡേഷൻ? എസ് അടിക്കുക. മേക്ക് ഷുവർ യു ഹാവ് ചൂസൺ എ കാറ്റഗറി. ഓക്കെ, എസ് അടിക്കുക. കണ്ടോ, അപ്പൊ നമ്മുടെ ഇതാണ് ഇവിടെ ഡ്രാഫ്റ്റ് ആയിട്ട് കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അപ്രൂവ്ഡ് എന്ന് ഇവിടെ കാണിക്കും. അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ടോ, meta take 10 minutes or 2 days for template review. Okay. പെൻഡിങ് ആണ്. സാധാരണ ഇപ്പൊ തന്നെ കുറച്ച് കഴിയുമ്പോൾ അപ്പൊ തന്നെ വരുന്നതാണ് കേട്ടോ. അപ്പൊ കണ്ട് ഇതൊക്കെ അപ്രൂവ്ഡ് ആയിരിക്കുന്ന മെസ്സേജസുകൾ ഞാൻ ഇതിന് മുന്നേ അയച്ചിരിക്കുന്നതാണ്. ഡാറ്റ ഡ്രിവൺ എന്നൊക്കെ പറഞ്ഞ പലതരത്തിലുള്ള മെസ്സേജുകൾ അയച്ചിരിക്കുന്നതാണ്. പലതരം മെസ്സേജുകൾ ഗ്രൂപ്പായിട്ടൊക്കെ നിങ്ങൾക്ക് എടുത്തു വെക്കാം. പല ടെംപ്ലേറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. ഓരോ പ്രൊഡക്റ്റിന് പറ്റിയ ടെംപ്ലേറ്റുകൾ. അതാണ് ആ ടെംപ്ലേറ്റിന്റെ പേര്. ആ ടെംപ്ലേറ്റ് എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് സെൻഡ് ബ്രോഡ്കാസ്റ്റ് അടിക്കാം. ഇതിപ്പോ കുറച്ച് അപ്രൂവ് ആവും. ചിലപ്പോൾ ഇപ്പൊ അപ്രൂവ് ആയിട്ടുണ്ടാവാം. സർ, വാട്സപ്പ് ബിസിനസ് ഉള്ള നമ്പർ വെച്ചിട്ടാണെങ്കിൽ പോസിബിലിറ്റി ഇല്ലല്ലേ? ഇല്ലില്ല, ഉം. ഞാനത് ട്രൈ ചെയ്തത് ആദ്യം. കിട്ടുന്നില്ലല്ലേ? അതിൽ പറ്റില്ല. അതവരപ്പം തന്നെ പറയും. അല്ല ഞാൻ പറഞ്ഞു ആദ്യം അത് ട്രൈ ചെയ്തതാണ്. ഇത് വേറെ അക്കൗണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ അക്കൗണ്ട് എടുത്തേക്കണം. ഓക്കെ. ഇപ്പൊ ഞാനിവിടെ ഡേറ്റ ഡ്രിവൺ ഇതെടുക്കാം. ഇതിപ്പോ അപ്രൂവ് ആണ്. ഇത് ഓൾറെഡി അപ്രൂവ് ആയിക്കുന്നതാ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണവർക്ക് സെൻഡ് ബ്രോഡ്കാസ്റ്റ് എടുക്കണം. സെൻഡ് ബ്രോഡ്കാസ്റ്റ് ക്ലിക്ക് ചെയ്യാം. കണ്ട് ഇവിടെ ബ്രോഡ്കാസ്റ്റ് നെയിം ഉണ്ട്. ആർക്കുണ്ടപ്പോൾ എനിക്കിവിടെ 99997 കോണ്ടാക്ട്സുകൾ ഉണ്ട്. എനിക്കിപ്പോ സോഴ്സ് വാട്ടി എന്നും പറഞ്ഞിട്ട് മാത്രം അവർക്ക് മാത്രം വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താം. കണ്ടോ, ഇവിടെ അലോ ബ്രോഡ്കാസ്റ്റ് ടെസ്റ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് ഫിൽറ്റർ എന്ന ഓപ്ഷൻ കാണാം. ഈ ഫിൽറ്ററിൽ നമുക്ക് പലതരം ഓപ്ഷൻ ഉണ്ട്. കേട്ടോ, വാല്യൂസ്, ആട്രിബ്യൂട്ട് ഒക്കെ നമുക്കിവിടെ കാണാം. ഓപ്പറേഷൻസ്, അതേപോലെ എന്തൊക്കെ ആട്രിബ്യൂട്ട്, സോഴ്സ് എന്ന ഓപ്ഷൻ കണ്ടോ. ഈ ഡാറ്റ നമുക്ക് ഉള്ളതാ. നമുക്ക് സോഴ്സിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സ് ഈക്വൽ വാട്ടി. ഓക്കെ. എന്നിട്ട് എന്താണ് അത് വന്നിട്ടുണ്ടാവും, ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എത്ര പേർക്കാണോ വേണ്ടത് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. ക്ലിയർ ആയോ? എത്ര നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ സെർച്ച് മോഡ് കാണിക്കാം.
ഓക്കെ. അപ്പൊ അത്രമാത്രം നമുക്കിവിടെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മാത്രമായിരിക്കും നമ്മുടെ ഈ സാധനം എന്ത് ചെയ്യുക, അവർക്ക് മാത്രം പോവും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിവിടെ ആഡ് ബ്രോഡ്കാസ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്യാം. ആഡ് ബ്രോഡ്കാസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഡ് കണ്ട് ഇതാണ് പ്രിവ്യൂ വരാ. ക്ലിയർ? ഇവിടെ ഇവിടെ സെൻഡ് നൗ ഉണ്ട്, എല്ലാവരും ഉണ്ട്. സെൻഡ് നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഇതിലേക്ക് പോകും. ഓക്കെ. വൺസ് ഇത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ബ്രോഡ്കാസ്റ്റിന്റെ അനലിറ്റിക്സ് കാണാം. ബ്രോഡ്കാസ്റ്റ് കണ്ടോ, ഇതിപ്പോ ഇന്നത്തെ ഡേറ്റിന്റെ ആണ്, ഏപ്രിൽ 1 തൊട്ടെന്നുള്ളതാണ്. എത്ര പേർക്ക്, 100 പേർക്ക് സെൻഡായി, ഇത്ര പേര് ഡെലിവർ ആയി, ഇത്ര പേര് റീഡ് ചെയ്തു, ഇത്ര പേര് റിപ്ലൈ ചെയ്തു, സെൻഡിങ്, ഫെയിൽഡ്, പ്രോസസിങ്, ക്യൂഡ് ഒക്കെ കാണിക്കും. ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായി സർ. അതാണ് 3 എന്ന് വരുന്ന മെസ്സേജുകളൊക്കെ ഇവിടെയാണ്. അതാണ് ടീം ഇൻബോക്സ്. നമ്മുടെ കോണ്ടാക്ട്സുകൾ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇവിടെയാണ്. ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഓട്ടോമേഷൻ ആണ് ഇവിടെ. ഓട്ടോമേഷൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ നിങ്ങൾ അത്യാവശ്യം ഐഡിയ കിട്ടിയോ? ഇല്ല. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് എടുക്കാം. ഓരോ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അനലിറ്റിക്സ് ഞാൻ എന്നാ ചെയ്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 2024 തൊട്ട് എടുത്ത് നോക്കട്ടെ. കണ്ട, ഞാൻ അന്ന് അയച്ചതിൻ്റെയാണ് ഇവിടെ കണ്ടത്. 879 പേർക്ക് അയച്ചു, 871 പേര് ഡെലിവേർഡ് ആയി, 534 പേര് റീഡ് ചെയ്തു. അത്ര സൂപ്പർ സാധനമാണത്. ഇതിന്റെ അനലിറ്റിക്സ് ആണ് വെരി പവർഫുൾ. നമ്മൾ മറ്റപ്പാട് അയക്കുമ്പോൾ കേട്ടില്ല, പക്ഷേ ഓരോ മെസ്സേജിനും ചാർജാണ്, ഭയങ്കര ചാർജാണ് ഈ സാധനം. ടീം ഇൻബോക്സ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അതിനെല്ലാ ഐഡിയാസും കിട്ടാണ്. നമുക്ക് ബ്രോഡ്കാസ്റ്റ് അയച്ച് നമുക്ക് അറിയാൻ പറ്റും എത്ര സക്സസ് ആയി, എത്ര പേര് റിപ്ലൈ ചെയ്തു, എല്ലാം കിട്ടും. വെരി വാട്സപ്പ് ബിസിനസിന്റെ 10 ടൈംസ് പവർഫുൾ ആണ്. നിങ്ങൾ വാട്സപ്പ് ബിസിനസ്സിനൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയി, ശരിയാണോ? വാട്സപ്പ് ബിസിനസ് തന്നെ എല്ലാവരും ചെയ്തപ്പോൾ ഇത്രയും ഫീച്ചർ, അതിന്റെ 10 ടൈംസ് പവർഫുൾ ആണ്. കാരണം വാട്സപ്പ് ബിസിനസ് എല്ലാവരും വാട്സപ്പിലാണ്. അതായത് നേരത്തെ പറഞ്ഞ 90% ആൾക്കാരും ഓപ്പൺ റേറ്റ് വാട്സപ്പാണ്. ഇത് വച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് പലതരത്തിലുള്ള ടെംപ്ലേറ്റ് ഉണ്ടാക്കി ആ ടെംപ്ലേറ്റുകൾ നിങ്ങൾക്ക് പലതരത്തിലുള്ളത് അയച്ചു കൊടുക്കാം. അത് അപ്രൂവ്ഡ് ആയി, കണ്ടോ, അപ്രൂവ്ഡ് ആയി. സെൻഡ് ബ്രോഡ്കാസ്റ്റ് എടുക്കാം. നമുക്ക് ഡാറ്റ അനലിസ്റ്റിന്റെ മെസ്സേജ് ആണ് അയച്ചത്. നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട്സ്. അപ്പൊ നമ്മളിത് ചിലവർക്ക് ഇത് അയക്കുമ്പോൾ അവരപ്പം തന്നെ നമുക്ക് ഇത് വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ. അവിടെ സെർച്ച് ഇവിടെ കൊടുത്താലും മതി കേട്ടോ, വാട്ടിന്ന് കൊടുക്കാൻ വേണേ. വാട്ട് സോഴ്സ് വന്നിട്ടില്ല. എന്താണ് സോഴ്സ്? സോഴ്സ് ഈക്വൽ ടു എന്താണ് അതിന്റെ സ്പെല്ലിംഗ്, എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കട്ടെ. സെക്കൻഡ്. ഇവിടെ സോഴ്സ് നെയിം ഞാൻ വാട്ടിയെടുത്ത് മാറ്റിയോ? ഇല്ലല്ലോ. ഞാൻ സോഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഡേറ്റ് കൊടുക്കാൻ വേണേ. ഓക്കെ, ആ ഡേറ്റ് കൊടുക്കാലോ. ഡേറ്റ് എന്ന ഓപ്ഷൻ കാണുമല്ലോ. ഹലോ ബ്രോഡ്കാസ്റ്റ് ഡേറ്റ് ഉണ്ട്, കണ്ടോ? ഡേറ്റ് അല്ല, ഡേറ്റ് ഉണ്ട്. ഡേറ്റ് വേണമെങ്കിൽ ഈക്വൽ ഇന്നത്തെ ഡേറ്റ് കൊടുക്കാം. ഇന്നത്തെ ഡേറ്റിന്റെ ഡേറ്റ കാണിക്കും അവിടെ. ഓക്കെ, ഡേറ്റ കാണിക്കുന്നില്ലല്ലോ, ഇത് മാറ്റട്ടെ. കണ്ട, ഇന്നത്തെ ഡേറ്റിന്റെ ഡേറ്റ മനസ്സിലായോ? ഇല്ല, ക്ലിയർ ആയോ? നമുക്ക് ഇവിടെ ആർക്കാണ് അയക്കേണ്ടത്, നമ്മളപ്പോ അതിലെ സോഴ്സുകൾ ഇട്ടാൽ മതി. നിങ്ങൾ ഒരു ഡേറ്റനെ ആഡ് ചെയ്യുമ്പോൾ ഈ ആട്രിബ്യൂഷൻ കണ്ടുകൊടുത്ത് ഇതനുസരിച്ചിട്ടുള്ള പല വാല്യൂകൾ നിങ്ങൾക്ക് അവിടെ സ്മോൾ വാല്യൂ കൊടുത്തിട്ട് സെറ്റ് ചെയ്യാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഫാത്തിമയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഫാത്തിമയ്ക്ക് പല പ്രൊഡക്റ്റ് ഉണ്ടാവും. ചില പല പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസിന് തന്നെ പലതരം സൈസിലുണ്ടാവും. അപ്പൊ അങ്ങനെ ഓരോന്നും എടുക്കാം. ഇപ്പൊ സ്വൽഫിക്കാണെങ്കിൽ പലതരം കോഴ്സുകൾ വേണമെങ്കിൽ എടുക്കാം, BBA, MBA അങ്ങനെ വേണമെങ്കിൽ ചൂസ്. അപ്പൊ അവർക്ക് മാത്രം, MBAക്കാർക്ക് മാത്രം വേണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ആട്രിബ്യൂഷൻ ഈക്വൽ MBA വാല്യൂ ഉണ്ടോ എന്ന് നോക്കാം, അവിടെ കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രം അയക്കാം. അപ്പൊ ഞാൻ ഇവർക്ക് മാത്രം എനിക്ക് അയക്കാം. അപ്ഗ്രേഡ് ചെയ്തു, സെൻഡ് നൗ.
Auto reply, we recommend skipping this time for sensitive. Okay. One more contact after. Sorry, ഞാനിവിടെ കോണ്ടാക്ട് ഒക്കെ സെലക്ട് ചെയ്യും കേട്ടോ. ഇതിവിടെ സെലക്ട് ചെയ്ത് കണ്ട 10 എണ്ണാണ് ഞാൻ ആഡ് ചെയ്ത 10 എണ്ണാണ് കഴിഞ്ഞത്. 10 ഔട്ട് ഓഫ് 99 ഇവർക്കാണ് ഈ സാധനം പോവാ. 10 പേർക്കാണ് പോവാ. കാരണം 10 പേരെയാണ് ഞാൻ ഇന്ന് ആഡ് ചെയ്തത്. സെലക്ട് ആഡ് ബ്രോഡ്കാസ്റ്റ്. കണ്ട ചെക്ക് ബാക്ക് എ ലിറ്റിൽ ലേറ്റർ ടു സീ ഹൗ മെനി പീപ്പിൾ റീഡ് യുവർ ബ്രോഡ്കാസ്റ്റ് എന്ന് കാണാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ബിസിനസ് അനലിറ്റിക്സിലേക്ക് പോവാം. അനലിറ്റിക്സിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഇന്നത്തെ ആരോ കാണുന്നുണ്ട് അതാണ് കാണിക്കുന്നത്. ഇന്നത്തെ ഡേറ്റ് എടുക്കുക 2025. ഇതേതാ മാസം? ഏപ്രിൽ അല്ലേ? ഏപ്രിൽ 8-ാം തീയതി അല്ലേ? ഇപ്പൊ കാണിക്കും യുവർ ഡെയിലി മെസ്സേജ് ലിമിറ്റിംഗ്. കുറച്ച് കഴിഞ്ഞ് കൂടെ കാണിക്കും ആരൊക്കെ കണ്ടു, എത്ര പേർക്ക് അയച്ചു എന്നൊക്കെ കാണിക്കും. കുറച്ചൊരു ഐഡിയ കിട്ടിയോ? സർ അവരുടെയൊക്കെ റിപ്ലൈ വരുന്നത് ഇവിടെ തന്നെ അല്ലേ ചെക്ക് ആ ചെയ്യുന്നത് അല്ലേ? ഓക്കെ. ആ അതല്ല അതിന്റെ രസം. അതാണ് ടീം ഇൻബോക്സിൽ കാണാം ആർക്കൊക്കെ റിപ്ലൈ കൊടുക്കും. നിങ്ങൾക്ക് ഇവിടെ തന്നെ മാനേജ് ചെയ്യാം നല്ല അടിപൊളിയായിട്ട്. ക്ലിയർ ആയോ? കുറച്ചൊരു ഐഡിയ കിട്ടിയോ? ആർക്കൊക്കെ അതെ കിട്ടിയ ഐഡിയ? അതെ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ തൽക്കാലം ഈ സ്റ്റോപ്പ് ഷെയറിങ് കാണിക്കും. അതിപ്പോ കാണിക്കും കുറച്ച് കഴിയുമ്പോൾ. എനിക്ക് ഇന്ന് അയച്ചിരിക്കുന്ന റിപ്പോർട്ട് വരും ഇപ്പൊ. Last 7 days. Template. സർ ഇതിന്റെ പേയ്മെന്റിന്റെ കാര്യം കൂടി പറയൂ. പേയ്മെന്റ് ഓരോ മെസ്സേജിനും ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ എൻ്റെ ഒരു കാർഡ് കൊടുത്തിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ അന്ന് എത്രയോ മൈ പ്ലാൻ ഉണ്ട് ഉണ്ടോ? റെക്കമെൻഡഡ് ഫോർ ബിസിനസ് ഹു ഓൺലി വാണ്ട് ടു സെൻഡ് ബൾക്ക് ക്യാമ്പയിൻസ്. എന്തോ 999 എന്തോ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1000 മെസ്സേജ് അയക്കുക അങ്ങനെ തോന്നുന്നു. ഓരോ മെസ്സേജിനും കാശാണ്. ഇത്ര ഫ്രീ ഉണ്ട്, ഇത്ര ക്രെഡിറ്റ് ഉണ്ട്, മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആഡ് ഓൺ, നമ്പർ ഓഫ് യൂണിക് ചാറ്റ് ബോട്ട്സ്. അതായത് ചാറ്റ് ബോട്ടിനൊക്കത്തിനും കാശുണ്ടോ? ഞാനത് എക്സാക്ട് എത്രയാന്ന് നോക്കട്ടെ. 1000 മെസ്സേജ് എന്ന് ഉദ്ദേശിക്കുന്ന 1000 കോണ്ടാക്ട്സിലേക്കുള്ള മെസ്സേജസ് അല്ലേ? 1000 മെസ്സേജ് ഓരോന്നിനും ചാർജ് ആണ്. നമ്മൾ വിചാരിക്കണം വെരി എക്സ്പെൻസീവ് സാധനം. വെരി എക്സ്പെൻസീവ്. വാട്ട് ഈ പ്രൈസിങ്. ഉണ്ടോ? സെൻഡ് വാട്സ്ആപ്പ് മെസ്സേജ് ടു 1000 യൂസർ ഇൻ 1 ക്ലിക്ക്. 2000 രൂപയാണ് 1000 പേർക്ക് മെസ്സേജ് അയച്ചാൽ. ക്ലിയറായോ? അപ്പൊ നമുക്ക് നിങ്ങൾ വിചാരിക്കും ഈ സാധനം നമുക്ക് നിങ്ങളവരെ ബ്രോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2000 രൂപ സേവ് ചെയ്യാം. ശരിയാണോ? അതെ അതെ. അപ്പൊ നമുക്ക് വെറുത്താവൂല ഇത്. ബ്രോഡ്കാസ്റ്റ് വഴി നമുക്ക് ഒരു ദിവസം എത്ര മെസ്സേജ് വേണമെങ്കിലും അയക്കാം. നിങ്ങൾ വെറും ഒരു 1000 മെസ്സേജ്. ഇത് ഒരു മാസത്തേക്ക് നമ്മൾ കൊടുത്താലും ഒരൊറ്റ ഇതേ പോകത്തുള്ളൂ അല്ലേ? അതായത് നമുക്കൊരു ബാനർ ആണെങ്കിൽ ആ ഒരു മെസ്സേജ് മാത്രമേ പറ്റുള്ളൂ അല്ലേ? പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഇനി പിന്നീട് വീണ്ടും ഒരു ബാനർ അയക്കണമെങ്കിൽ വീണ്ടും പൈസ കൊടുക്കണം. വീണ്ടും ചാർജ് ആവും. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടല്ല ആൾക്കാർ. അത് വേറെ കോർപ്പറേറ്റ് ലെവലുണ്ട്. അവർക്ക് ഓട്ടോമേഷൻ മെസ്സേജിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ വലിയ ബാങ്കുകൾ അവരൊക്കെ എന്താ വെച്ചാൽ ഓരോ മെസ്സേജിനും കൃത്യമായിട്ടുള്ള റിപ്ലൈ അവർക്ക് കൊടുത്തുവിടുക. അതിന് വേറെ ആളെ വെക്കണ്ട. അങ്ങനത്തെ സർവീസുകൾക്ക് വേണ്ടിയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. വലിയ കമ്പനിക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു മെസ്സേജ് ഇപ്പൊ 1000 പേർക്ക് നമ്മൾ വലിയ പാക്കേജ് എടുത്തുകൊണ്ട് ഈ പാക്കേജ് ഒക്കെ കുറച്ചും കൂടി നല്ലതാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. സെറ്റപ്പ്, ഓട്ടോമേഷൻ, ഇന്റഗ്രേഷൻ, പവർ, ഇതെല്ലാം കൂടി പറ്റുന്നതാണ്. ഈ പാക്കേജ് ആണ് ഇത്ര പേർക്ക് 1200 അഡീഷണൽ യൂസർ 1200. ഇതിൽ എത്ര പേർക്ക് നോക്കട്ടെ. 2000 ഫ്രീ ഓട്ടോമേഷൻ ട്രിഗർ. ആ ട്രിഗർ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കേട്ടോ. ഇതിൽ എത്ര പേർക്കെന്ന് എനിക്ക് അറിയില്ല, അത് നോക്കണം.
അപ്പൊ ഇത് ഞാൻ ഒരു പ്രാവശ്യം എടുത്തേക്കുന്നത് ഇത് ഒരു പ്രാവശ്യം ഞാൻ എടുത്തത് ഇതിനെ കുറിച്ച് പഠിക്കാനും ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു. അന്ന് ഞാൻ എടുത്തതാണ്. അന്ന് ഞാൻ കുറച്ച് പേർക്ക് അയച്ചുകയും ചെയ്തു. അയച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പൈസ പോയിരുന്നില്ലാണ് എനിക്ക് അതുകൊണ്ട് ഒരു പെട്ടെന്ന് ഇത് വന്നില്ല. അപ്പൊ എനിക്ക് അത് ചില പ്രൊഡക്റ്റിനാണ് ആ സൂട്ടബിൾ. എല്ലാ പ്രൊഡക്റ്റുകാർക്കും അത് സൂട്ടബിൾ ആവണമെന്നില്ല. എസ്പെഷ്യലി ഇ കോമേഴ്സ് മേഖലകൾ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ചിലവർ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഒരു എഡ്യൂക്കേഷൻ ക്ലയന്റ് ഉപയോഗിക്കുന്നത്. പക്ഷെ അവർക്ക് 8-10 കോഴ്സസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ ആ സിസ്റ്റം അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് അത് വെറുത്താണ്. കമ്പനി അത് എന്റർപ്രൈസ് ലെവലിലാണ് ആൾക്കാർ ഉപയോഗിക്കുക. നിങ്ങൾ മറ്റപ്പാടെ ഒരു ചെറിയ ബിസിനസ്സുകാർക്ക് ഇത് ഉപയോഗിക്കുന്നത് വെറുത്താവുന്ന എനിക്ക് സംശയമാണ്. കാരണം നിങ്ങൾക്ക് ഇതിൽ അല്ലാണ്ട് നല്ലത് മെയിൽ ചിബ് ആണ്. അതായത് ഇമെയിൽ മാർക്കറ്റിംഗ് വെച്ചിട്ട് നമുക്ക് അയക്കാമല്ലോ. മെയിൽ ചിമ്പും വാട്സപ്പായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. വാട്സപ്പാണ് ലോകത്തിൽ അൾട്ടിമേറ്റ്. വാട്സപ്പിന്റെ ഓപ്പൺ റേറ്റ് 90% ആണ്. എല്ലാവരും മെയിൽ മെയിൽ യൂസ് ചെയ്യില്ലല്ലോ സാർ. അതുകൊണ്ട് എല്ലാവരും മെയിൽ ചെക്ക് ചെയ്യണമെന്നില്ലല്ലോ. ചെക്കും ചെയ്യില്ല. ചിലപ്പോ ആഴ്ചയിലായിരിക്കും ചെക്ക് ചെയ്യണേ. വാട്സപ്പ് കയ്യിലിരിക്കണം. അതാ ഞാൻ പറഞ്ഞ ഇത് വാട്സപ്പ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് നമുക്ക് കിട്ടും. ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. ഇമെയിൽ മാർക്കറ്റിംഗിന്റെ ഓപ്പൺ റേറ്റ് 5% ആണ്. ഇതിന്റെ 90%. ഇത് കമ്പയർ ചെയ്യാൻ പോലില്ല. ഇത് സൂപ്പറാണ്. അപ്പൊ എല്ലാവരും ഒരു കാര്യം ചെയ്യാം. ഞാനിപ്പോ സ്റ്റോപ്പ് ഷെയറിങ് നിർത്താം. അതിന്റെ ഒരു ഓട്ടോമേഷൻ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തന്നെ കാണിച്ചു തരാം. ഓട്ടോമേഷൻ വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ അതെങ്ങനെ വർക്ക് ആവണമെന്ന് കാണിച്ചു തരാം. ലൈവ് തന്നെ ഞാൻ വർക്ക് ആവണമെന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ തന്നെ ചെയ്യാം. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തരാം. ഓക്കെ.